ശ്രീപത്മനാഭൻ, വളരെ ചടുലമായ നീക്കങ്ങൾ നാം കണ്ടു. പലരും പല പ്രതീക്ഷയുമായി കാത്തിരുന്നു. പക്ഷെ അതിനൊടുവിൽ കാണുന്നത് ഒരു ട്രിപ്പിൾ സ്ട്രൈക്കുമായി ഭാരതം നെഞ്ചുവിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ആദ്യ വിലയിരുത്തൽ. അത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒരുപാട് പഠിക്കാനുണ്ട്. അവരിപ്പോഴും ബഷീറിന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ എൻ്റെ ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോഴും. ഒന്ന്, ലോകം വലിയ തോതിൽ മാറിക്കഴിഞ്ഞു. ലോകത്തിന്റെ ദിശ നിയന്ത്രിച്ചിരുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ എന്താ പറയാ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നത് രണ്ട് മേഖലകളിൽ ശക്തി നേടിയ ആളുകളായിരുന്നു. ഒന്ന്, സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രാജ്യങ്ങൾ. രണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മുന്നിട്ട് നിന്ന രാജ്യങ്ങൾ. സ്വാഭാവികമായിട്ടും യൂറോപ്പിനും അമേരിക്കയ്ക്കും ആ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. അവർ സാമ്പത്തികമായി വളരെ ശക്തിയുള്ള രാജ്യങ്ങളായിരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാ രംഗത്ത് അവർ വളരെ മുന്നോട്ട് പോയ രാജ്യങ്ങളായിരുന്നു. എന്നാൽ 50കളിലും 60കളിലും ഒക്കെ ജപ്പാൻ വലിയ ഒരു ശാസ്ത്ര സാങ്കേതിക ശക്തിയായി വളർന്നു വന്നു. അതോടൊപ്പം ഒരു നല്ല സമ്പദ് വ്യവസ്ഥയായിട്ടും വളർന്നു വന്നു. അതിനുശേഷം ചൈന 80കളിലും 90കളിലും ഒക്കെ ചൈന ഒരു വലിയ സാമ്പത്തിക ശക്തിയായി, അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യാ രംഗത്തും ഈ ഉൽപാദന രംഗത്തും ചൈന വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ഇപ്പോ കഴിഞ്ഞ ഒരു 15 കൊല്ലത്തോളമായി ഭാരതത്തിൽ ഈ മാറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതം ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി. ഭാരതം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി. അപ്പോ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒരു കുത്തക പതുക്കെ അവസാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം റഷ്യ എടുക്കുന്ന നിലപാട്, റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അമേരിക്കയ്ക്കോ ഒപ്പമല്ല നിൽക്കുന്നത്. അവർ അവരുടേതായ പ്രത്യേക നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായി പഴയ കരുത്തൊന്നുമില്ലെങ്കിലും ഇന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർ മുന്നിലാണ്. അവരുടെ എന്താ പറയുക നാച്ചുറൽ റിസോഴ്സസ്, അവർക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ വിഭവങ്ങൾ ധാരാളമാണ്. പ്രത്യേകിച്ച് എണ്ണ വളരെ ധാരാളമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു റഷ്യ, ചൈന, ഇന്ത്യ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുടെ ഒരു അച്ചുതണ്ട് ഉണ്ടായാൽ അതിൽ ബ്രസീൽ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും കൂടി ചേർന്നാൽ യൂറോപ്പും അമേരിക്കയും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലാവും. അവർക്ക് ഒരു മേധാവിത്വം നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ടാവും. ഈ യാഥാർത്ഥ്യം യൂറോപ്പും അമേരിക്കയും അംഗീകരിക്കണം. ഇതാണ് ഈ ഒരു കുറച്ചു കാലമായി ഉണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നും ഇവർക്ക് പഠിക്കാനുള്ളത്. ഇവർ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് നാളെ വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് മറ്റൊക്കെ പോയേക്കാം. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക യൂറോപ്പിനും അമേരിക്കയ്ക്കും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്.